ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ രാത്രിക്കായി ദൈവത്തിന് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ഒരു ദീർഘയാത്രയുടെ ഇടവേളയിൽ അല്പം നേരത്തെ ഇവിടെ വരുവാനും പ്രിയ സാമങ്ങളുടെ വീട്ടിൽ അല്പം റെസ്റ്റ് എടുക്കാനൊക്കെ ദൈവം സഹായിച്ചു. കർത്താവ് സഹായിക്കട്ടെ. അതിനുശേഷം വീണ്ടും നമുക്ക് വൈകിട്ട് ഒന്നിച്ചായിരിക്കാൻ ദൈവയുടെയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇന്ന് രാത്രി സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പരിവാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടെയുള്ള എല്ലാ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് നാം പോകുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ചില വാക്കുകളാണ് നമ്മൾ ധ്യാനിക്കുക. മത്തായി എഴുതിയ സുവിശേഷം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പുസ്തകങ്ങളെ തുറന്ന് ഇരിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. അവോളം പുസ്തകങ്ങളെ തുറക്കപ്പെട്ട പുസ്തകം ഒരു അനുഗ്രഹമാണ്. കഴിവതും പുസ്തകങ്ങളെ തുറക്കുക. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികൾ തന്നെ അവൻ്റെ ബാല്യക്കാരന് സുഖം വന്നു എന്ന് കാണുക. ഗോ, let it be done for you as you have believed. And the servant was healed at that very moment. പൊയ്ക്കോ, നീ പൊക്കോ, നിൻ്റെ ബാല്യക്കാരന് നീ പൊക്കോ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക തന്നെ ബാല്യക്കാരന് സുഖം വന്നു. ഈ വേദപുസ്തകം ഞാൻ പലപ്പോഴും ഇവിടെ പ്രസംഗിക്കുമ്പം എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. ബൈബിൾ ഗീവ്സ് അസ് എ കൗണ്ടർ കൾച്ചർ. നമ്മുടെ ഒരു സ്വാഭാവിക സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു വിരുദ്ധം എന്ന് പറയുന്നതിനപ്പുറത്ത് മറ്റൊരു സംസ്കാരം, ഒരു പ്രതിസംസ്കാരം കാണിക്കുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തക സംസ്കാരം. ഇവിടെ ഒരു ശതാധിപനെ കാണുകയാണ്. എനിക്ക് ശതാധിപനെ വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ കാണുന്നുണ്ട്, കർത്താവ് കഫർന്നഹൂമിലേക്ക് വന്നപ്പോൾ ഒരു ശതാധിപൻ എന്ന് പറയുമ്പോൾ സെഞ്ചൂറിയനാണ്, 100 പേരുടെ അധിപനാണ്. 100 പേരുടെ അധിപനായൊരു മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, Lord, my servant is lying paralyzed at home, suffering terribly. And he said to him, I will come and heal him. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശതാധിപൻ കർത്താവിന് പറയുന്നൊരു വാക്കുണ്ട്, അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ എന്തല്ല, യോഗ്യനല്ല. അതുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ ഭാഗത്തു നിന്നായിരിക്കണം. കർത്താവിൻ്റെ ദാസൻ ഒരു പാട്ട് പാടുന്നുണ്ട്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്, അല്ലേ, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ് എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഇവിടെ ശതാധിപൻ വന്ന് പറയുകയാണ്, സെഞ്ചൂറിയനാണ്, 100 പേര് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ 100 പേര് ജോലി ചെയ്യുന്ന ഈ ശതാധിപൻ്റെ ഒരാൾ പറയുകയാണ്, പക്ഷപാതം പിടിച്ചു. അങ്ങനെയാണ് പറയുക, ലൈങ് പാരലൈസ്ഡ്, പക്ഷാഘാതം വന്നുപോയി. ഇവിടെ 2 സംഭവങ്ങളിൽ ഇത് കാണുന്നുണ്ട്. അതിന് അടുത്ത അധ്യായത്തിൽ 9-ാം അധ്യായത്തിലും പക്ഷാഘാതം പിടിച്ച ഒരു മനുഷ്യനെയാണ് കാണുക. പക്ഷാഘാതം ഇന്ന് ഒത്തിരി പേർക്ക് സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കൂടുന്നു, സ്ട്രോക്ക് വരുന്നു, ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് പോകുന്നു. ചിലരൊക്കെ നേരം വെളുക്ക് എഴുന്നേൽക്കുമ്പോൾ വാ കൂടിയിരിക്കുന്നു. ഇത്ര പെട്ടെന്നകത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ ചിലപ്പോൾ അത് വേഴ്സാകാതിരിക്കും. ഇഞ്ചക്ഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് തളർന്നു പോയാൽ പിന്നെ ദീർഘനാളത്തെ അലോപ്പതി, അതുകൊണ്ട് വലിയ കാര്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആയുർവേദത്തിൽ ദീർഘനാളത്തെ മെഡിസിൻസും മരുന്നും കുഴമ്പും ഒക്കെ ആയിട്ട് ചിലരൊക്കെ കുറേശ്ശെ നടക്കും. പിന്നെ ഫിസിയോതെറാപ്പി പാടാണ്. എന്നാലും പെട്ടെന്നൊക്കെ ഇങ്ങനെ പാരലൈസ്ഡായി പോവുക ചെറുപ്പക്കാർ, ആരോഗ്യമുള്ളവർ, അതൊരു കാഴ്ചയാണ്. അങ്ങനെ വരുമ്പോൾ ശതാധിപൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഒന്നിനും മെഡിക്കൽ ലീവ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യാം. കാരണം പാരലൈസായ ഒരാളെ ഇനി കമ്പനിക്ക് എന്തിനാ? പക്ഷേ ഈ മനുഷ്യൻ്റെ പ്രത്യേകത ഞാൻ കണ്ടു. ആ ശതാധിപൻ മിക്കവാറും ഈ മനുഷ്യൻ കിടക്കുന്ന അയാളുടെ വീട്ടിലായിരിക്കണം. അതുകൊണ്ടാണ് പറയുക, എൻ്റെ പുരയ്ക്കകത്ത് വരാനായിട്ട് ഞാനെന്തല്ല യോഗ്യനല്ല. അങ്ങ് യോഗ്യനെന്നല്ല, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഈ ക്ഷീണിച്ചു പോയ മനുഷ്യനെ താൻ എവിടെയായിരിക്കാം സൂക്ഷിക്കുക? തൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യരുണ്ടോ? സ്വന്തം വീട്ടിലെ അപ്പനും അമ്മയും സഹോദരങ്ങളോ കൂടപ്പുറപ്പുകളോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് പാടാം. ആര് നോക്കൂ? അമ്മയെന്ന് പറഞ്ഞാൽ ആര് നോക്കും?
പക്ഷേ ഇവിടെ ഒരു വേലക്കാരൻ തളർന്നു പോയവനെ വീട്ടിലിരുത്തി ശുശ്രൂഷിക്കുന്ന ഒരു ശതാധിപൻ്റെ ചരിത്രം കാണും. അതൊരു വലിയൊരു കമ്പനിയാണെന്ന് വെച്ചു. ഒരു കമ്പനിക്ക് തളർന്നവനെ വേണോ? വേണ്ട. കമ്പനിക്ക് വേണ്ടത് മാൻ പവറാണ്. മാൻ പവർ വേണ്ടിടത്ത് മറ്റുള്ളവരെ വേണോ? വേണ്ട, ഒന്നും വേണ്ട. ഈ കോവിഡ്, നല്ല ആരോഗ്യമുള്ളവരൊക്കെ കോവിഡ് വന്ന പലർക്കും പെട്ടെന്ന് ഡയബറ്റിക് ഷൂട്ട് ചെയ്തു. എൻ്റെ കൂടെ വണ്ടിയൊക്കെ ഓടിച്ച സഹോദരന് കോവിഡ് വന്ന ശേഷം നോക്കുമ്പോൾ ഡയബറ്റിക് ഒരു കുഴപ്പമില്ല. ഇരുമ്പിലൊക്കെ പോലെ ഏത് രാത്രിയിലും എത്ര ഉറക്കളച്ച് ഓടിക്കുന്നവർ 10, 300, 400 ഒക്കെ ഷുഗർ നീക്കുന്നു. ഒരു ചരിത്രം ഉണ്ടായിട്ടല്ല, കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ടൊക്കെ അവർക്കുണ്ടായ ഒരു കോൺസിക്വൻസാണ്. അപ്പോൾ പറ്റിപ്പോയത് രാത്രി ലോങ് ടൈം വണ്ടി ഓടിച്ചാൽ ഉറക്കം വരും, വലിയ പാടാണ്, ക്ഷീണം. അങ്ങനെയുള്ളവരെ കൊണ്ട് നമ്മൾ രാത്രി വണ്ടി ഓടിക്കാൻ പോകും ഇല്ല. അപ്പം കമ്പനിക്ക് ആവശ്യം ആരോഗ്യമാണ്. ആരോഗ്യമില്ലാത്തവരെ ആർക്ക് വേണ്ട? കമ്പനിക്ക് വേണ്ട. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആരോഗ്യമുള്ളവരെയൊക്കെ മതി. ഹിറ്റ്ലറിയൻ പ്രിൻസിപ്പിളാണ്, ഏറ്റവും നല്ല ആരോഗ്യമുള്ളവരെ മതി. കോവിഡിലും അത് നമ്മൾ കണ്ടാണ്. പ്രായമുള്ളവരും ക്ഷീണമുള്ളവരും ഒക്കെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ചെറുപ്പക്കാർ വന്നാൽ അൺറിട്ടൺ ഓർഡർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആരെ ഒഴിവാക്കിയേക്കണം? മരിക്കാൻ സാധ്യതയുള്ളവരെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ സാധ്യതയുള്ളവർക്ക് വെന്റിലേറ്റർ കൊടുക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ആ ശതാധിപൻ വയ്യാത്ത ദാസനെ വീട്ടിൽ ശുശ്രൂഷിച്ചു, അവന് വേണ്ടി സമയം കൊടുത്തു, അവനെ സ്വന്തം വീട്ടിൽ പാർപ്പിച്ചു. അതുകൊണ്ടാണ് അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ എന്തല്ല യോഗ്യനല്ല എന്ന് പറയും. അങ്ങനെ ഒരു ശതാധിപൻ്റെ ചരിത്രം ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരും ലോകത്തിലുണ്ടെന്ന് ഓർക്കണം. ആർക്കും വേണ്ടാത്തവരെ നോക്കാൻ, ആരോഗ്യമില്ലാത്തവരെ താങ്ങാൻ, അവരെ പോയി ശുശ്രൂഷിക്കാൻ, അവരെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ശതാധിപൻ്റെ ചരിത്രം. അവിടെ യേശു ആ വീട്ടിലേക്ക് പോകുവാൻ, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി, മിശിഹ ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ശതാധിപൻ്റെ ചരിത്രവും കൂടെ വരുവാനുള്ള കാരണം ശതാധിപൻ്റെ മനോഭാവമാണ്. ഈ മനോഭാവമുള്ളവരും യേശു മിശിഹ ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഇന്നും ദൈവരാജ്യ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഇങ്ങനെ മനോഭാവമുള്ളവരെ യേശു കർത്താവിന് വേണം. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവരെ മാത്രം വേണ്ട, ആരോഗ്യമില്ലാത്തവരെ ഒഴിവാക്കും. എന്നോടെല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രിൻസ് പാസ്റ്ററെ ശരീരം സൂക്ഷിച്ചോണം. ആരോഗ്യമില്ലാത്ത പാസ്റ്ററെ വിശ്വാസിക്ക് വേണോ? വേണ്ട. ഇപ്പം ഞാൻ 2-3 വട്ടം കൺവെൻഷൻ വിളിച്ചു, അല്ല യുവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് തലേദിവസം ജിജു പാസ്റ്റർ അടുപ്പിച്ച് പറഞ്ഞു എനിക്ക് സുഖമില്ല, ഞാൻ വരത്തില്ല. 4-ാം പ്രാവശ്യം വിളിക്കുമോ? രാവിലെ വരാമെന്ന് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വയ്യ പാസ്റ്റർ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞാൽ ജിജു പാസ്റ്റർ 3-ാം പ്രാവശ്യം പറയും പ്രിൻസ് പാസ്റ്റർ ചിലപ്പം വരത്തില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട? വിളിക്കേണ്ട. ഇറ്റ്സ് എ റിയാലിറ്റി അല്ലേ? നല്ല പാട്ട് പാടുന്ന പിള്ളേരുടെ ശബ്ദം പോയാൽ നാളെ നിങ്ങൾ പാടാൻ വിളിക്കൂ? ശബ്ദമില്ലാത്ത പിള്ളേർ ഇന്നലെ പാടുമായിരുന്നു, നമ്മുടെ പെണ്ണിൻ്റെ കല്യാണത്തിന് വിളിക്കൂ? ഇല്ല. അപ്പോൾ ആരോഗ്യമുള്ളപ്പം ശബ്ദമുള്ളപ്പം മതി. പക്ഷേ ഈ ശതാധിപൻ ആരോഗ്യമില്ലാത്ത ഒരാളെ വീട്ടിൽ സൂക്ഷിച്ചു. ആരോഗ്യമില്ലാത്തവരെ ചേർത്ത് പിടിച്ച ശതാധിപൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ഭാഗമായി. ആരോഗ്യമില്ലാത്തവരെ ചേർത്ത് പിടിച്ച ഇപ്പം പാസ്റ്റേഴ്സൊക്കെ പാസ്റ്റേജിലാണ് താമസിക്കുക. ഞാൻ പലപ്പോഴും ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള പാസ്റ്റർ പെട്ടെന്ന് മരിച്ചുപോയി, പോകാൻ അവർക്ക് വീടാകാൻ സമയമൊക്കെ എടുക്കും. സഭ വീടെല്ലാവരും പാസ്റ്റർ മരിച്ചാൽ അടുത്ത പാസ്റ്ററെ അവിടെ ആക്കണം. അടുത്ത പാസ്റ്ററെ ആക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന 1 മാസത്തിനകത്ത് പാസ്റ്റേജ് മാറിക്കൊടുക്കണം. വീടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, പാസ്റ്റർ ഭാര്യ അവിടെ ഉള്ളപ്പോൾ മറ്റൊരു പാസ്റ്റർക്ക് വരാൻ ബുദ്ധിമുട്ട്, അപ്പോൾ അവർ മാറിയേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ സഹോദരിമാരോടും ഞാൻ പറയും, കെട്ടിയന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. കെട്ടിയന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. എവിടെങ്കിലും പോയാൽ എന്നെ കൂടെ കല്യാണത്തിന് കൊണ്ടുപോയില്ല ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ചാടി കയറി പുറയിരിക്കത്തില്ലേ? എന്നിട്ട് കാറാണെ ചാടി കയറി ഫ്രണ്ടിൽ ഇരിക്കത്തില്ലേ? ഇല്ലേ? ചാടി കയറി ഫ്രണ്ടിൽ ഇരുന്ന് പോത്തില്ലേ? അങ്ങേര് മരിച്ച ആരുടെയെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കാനോ പോകും? അയാളുടെ ഭാര്യ നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. എത്ര വലിയ സ്നേഹമാണെങ്കിലും ചോടി കയറി. എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനോട് പോയപ്പോൾ പെണ്ണിനെ പുറകെ ഇരുത്തി മുമ്പിൽ ഇരുന്ന അമ്മ എനിക്കറിയാം. പക്ഷേ കാലമൊക്കെ മുമ്പോട്ട് പോയിട്ട് കെട്ടിയന്മാരുള്ളപ്പോൾ ഈ ധൈര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ സഹോദരിമാരും പ്രാർത്ഥിച്ചോണേ കെട്ടിയന്മാരെ ഓർത്ത്. അല്ല നിങ്ങളെ കല്യാണത്തിന് ആര് കൊണ്ടുപോകും? ഇപ്പം കൊണ്ടുപോയില്ലെന്ന് പരാതി ആരോട് പറയും? പക്ഷേ ഈ ശതാധിപൻ ചേർത്ത് പിടിച്ചു ആരോഗ്യമില്ലാത്തവനെ കൂടെ കൊണ്ട് നടന്നു. ഇപ്പോൾ ആ ചരിത്രത്തിൽ കർത്താവ് യേശു ശതാധിപൻ വന്ന് പറയുകയാണ്. അവൻ പറഞ്ഞ ഒറ്റ കാര്യം, അങ്ങനെ ഒരു വാക്ക് മതി,
ഒരു വാക്ക് മതി. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സുഖം വരും. യേശു അവരോട് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വിശ്വാസം എന്തിനു സാധാരണ ഈ വാക്ക് മിസ്കോട്ട് ചെയ്യാറുണ്ട്. എന്ത് വിശ്വസിച്ചിട്ട് പറയും, പൊക്കോ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വിശ്വാസമല്ല ഈ വിശ്വാസം. എൻ്റെ പുരയ്ക്കകത്ത് അങ്ങ് വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്നുള്ള വിശ്വാസത്തെയാണ് ദൈവം മാനിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ഒരു വാക്ക് എൻ്റെ വീടിനകത്ത് അത്ഭുതം ചെയ്യിക്കാൻ പര്യാപ്തമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയ ദൈവത്തിനൊന്ന് സ്തുതിച്ചാൽ, അങ്ങയുടെ ഒരു വാക്ക് എൻ്റെ വീട്ടിൽ അത്ഭുതം ചെയ്യും. ഒറ്റ വാക്ക് മതി. പാരലൈസ്ഡ് ആയിരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതാ പാടുക, ഒരു വാക്ക് മതി എനിക്ക്, അത് മതിയേ. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നാം കാണുന്നു, യേശു കർത്താവ് പോകുമ്പോൾ ഒരാൾ, കുറേ പേര് അവൻ്റെ ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ചിലർ കിടക്കമേൽ എടുത്തുകൊണ്ട് പക്ഷപാതക്കാരൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നവരുടെ വിശ്വാസം അത് ആരാണെന്നറിയത്തില്ല, ഒരു പക്ഷേ കൂട്ടുകാരായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ശതാധിപൻ, എന്നാലും കൂട്ടുകാരെ കുറേ പേര് കൂടി പക്ഷപാതക്കാരനെ എടുത്ത് കൊണ്ടുവന്ന ഒരു സംഭവം അവിടെ പറയുകയാണ്. എന്ത് പാടുപെട്ടായിരിക്കാം ഒരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വരിക. കട്ടിലൊക്കെ ചിലപ്പം കിടത്തിക്കൊണ്ടായിരിക്കുമോ, സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടായിരിക്കുമോ, പലകെ കിടത്തിക്കൊണ്ട് ചുമ്മിക്കൊണ്ടോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ ആര് മാനിച്ചു? യേശു മാനിച്ചു. അപ്പോൾ അവർ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാം. റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. രണ്ടാമത് ഇവനോട് ആദ്യം ഈ ശതാധിപനോട് പറയുന്നു, പൊയ്ക്കോ, നിൻ്റെ വാക്ക് വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ ആ ബാല്യക്കാരന് സുഖം വന്നു. ഇന്നും കർത്താവിൻ്റെ വാക്ക് ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ മുഴങ്ങുന്നുണ്ട്. പൊയ്ക്കോ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. 2 കൂട്ടുകാർ ചുമന്നുകൊണ്ട് ചില പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. യേശു പറഞ്ഞു, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. നിൻ്റെ കിടക്കയെടുത്ത് നീ എന്ത് ചെയ്തു? വീട്ടിൽ പൊയ്ക്കോ, പൊയ്ക്കോ എന്ന് കർത്താവ് പറയുകയാണ്. ഈ രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവൻ്റെയും എൻ്റെ ബാല്യക്കാരന് സുഖമില്ലെന്ന് പറഞ്ഞ ശതാധിപൻ്റെയും മുമ്പിൽ കർത്താവ് പറഞ്ഞ ഗോ, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന ആ വാക്ക്, ഒരു വാക്ക് മതി, എനിക്കത് മതി. ഒരു വാക്ക്, യേശുവിൻ്റെ ഒരു വാക്കിന് ഭയങ്കര ശക്തിയാണ്. വേദപുസ്തകത്തിൽ ട്രാൻസ്ലേഷൻ ഇല്ലാത്ത യേശു കർത്താവിന് ചില വാക്കുകളുണ്ട്. ഒന്നാണ്, ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുക, 12 വയസ്സേ ഉള്ളൂ. 12 വയസ്സേ ഉള്ള പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. എൻ്റെ യേശു കർത്താവ് അവിടെ ചെന്നിട്ട് എല്ലാവരെയും എന്താക്കി? പുറത്താക്കി. അതിന് ഭയങ്കര ഒരു മാന്യതയുണ്ട്. പെൺകുട്ടിക്ക് എത്ര വയസ്സായി? 12 വയസ്സ്. എന്തിലോട്ട് കയറുകയാണ്? കൗമാരം കയറുകയാണ്. കൗമാരത്തിൽ കയറുന്ന ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഒരു പക്ഷേ പ്രോപ്പർലി ഡ്രസ്ഡൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പെൺകുട്ടിയുടെയും ഒരു നഗ്നത, ഒരു അൺപ്രോപ്പറായിട്ടുള്ള ഒരു കാര്യം ആരും കാണാനും നാളെ ഓർക്കാനും ഇടയാക്കാവുന്ന, അവരെ പുറത്താക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പെൺകുട്ടിയുടെയും ഒരു നഗ്നത ആരും കാണുകയോ വാർത്തയാക്കുകയോ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് അവരെ മുഴുവൻ പുറത്താക്കിയിട്ട് കുഞ്ഞിൻ്റെ കയ്യെ പിടിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, തലിത കുമി, ബാലെ, എഴുന്നേൽക്കുക. ക്ഷണത്തിൽ അവർ എഴുന്നേറ്റ് വന്നു. ഒരു വാക്ക് മതി. ബദിരനും മൂകനുമായ ഒരാളെ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ യേശു അവൻ്റെ ചെവി കൈയിട്ട് ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, യഫത, തുറന്നു വരട്ടെ. ഒരു വാക്ക് മതി, അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി യേശുവിൻ്റെ ഒരു വാക്ക്, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. ഇന്ന് രാത്രി ആ ഒരു വാക്കിൻ്റെ ശക്തി, യഫത, തലിത കുമി, ബാലെ, എഴുന്നേക്കുക. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചേ. സൂമിലുൾപ്പെടെ ലൈവിലുൾപ്പെടെ എല്ലാവരും ആവോളം സ്തുതിച്ച് ആരാധിക്കണം. വീഡിയോ ഓൺ ആക്കാവുന്നവർ, വീഡിയോ മാത്രം അൺമ്യൂട്ട് ചെയ്തിരിക്കാവുന്നവർ ഇന്ന് രാത്രി ഇരുന്നാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രസംഗിക്കാൻ ഒരു സന്തോഷമുണ്ട്. കാണുന്നവർക്കൊരു ഒരു ഒരു ഒരുക്കമുണ്ട്. നിങ്ങളെല്ലാവരും അറ്റൻറ്റീവ് ആണെന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ആവോളം ആകുന്നവർ വീഡിയോ ഓണാക്കുക. അതൊരു ഒരു ഒരു പ്രഭാഷകനുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു സന്തോഷമുണ്ട്. കാരണം അവരിവിടെ ഉണ്ടെന്നുള്ള അറിവ്. പക്ഷേ ഈ രാത്രി കർത്താവ് പറയുന്നു, ചിലരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ഒരു വാക്കിൻ്റെ ശക്തി വരുന്നുണ്ട്. ആ വാക്ക് നീ ഇനി അവിടെ കിടന്നോളാനല്ല, ആ വാക്ക് നിൻ്റെ കിടക്കയെടുത്ത് നടക്കാൻ, നിൻ്റെ കിടക്കയെടുത്ത് നടക്കാൻ യേശുവിൻ്റെ നാമത്തിൽ എഫതാന്ന ആ വാക്ക്, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. നീ എഴുന്നേറ്റ് പോ. ഇന്ന് വരെ നീ കിടന്നിടത്തുനിന്ന് നീ ഒന്ന് എഴുന്നേറ്റ്. നീ ഇന്ന് വരെ കിടന്ന രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ്
നീ ഇന്ന് വരെ കിടന്ന ബാധ്യതയിൽ നിന്ന് എഴുന്നേറ്റേ. നീ ഇന്ന് വരെ കിടന്ന നിരാശയുടെ പുതപ്പിനകത്തുനിന്ന് എഴുന്നേറ്റേ. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, എഴുന്നേറ്റേ, എഴുന്നേക്ക്. റബന ഹദന റീബന ഹദന റഗന. നീ ഒന്ന് എഴുന്നേക്കാൻ കർത്താവ് പറയുക. എഴുന്നേക്കാൻ പറഞ്ഞാൽ ട്രൈ ചെയ്യണം. ആരും പിന്നെ കിടക്കരുത്. എഴുന്നേക്കണം. അവൻ്റെ ഒരു വാക്ക്, അവിടുത്തെ ഒരു വാക്ക് ഇന്ന് രാത്രി വരുന്നു. എഴുന്നേക്കുക. പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ. എഴുന്നേറ്റ് നടന്നേ എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സഹോദര, സഹോദരി, മാതാവേ, കൂടപ്പുറപ്പേ, എഴുന്നേക്കാൻ ദൈവം പറഞ്ഞാൽ എഴുന്നേറ്റാൽ കർത്താവിൻ്റെ വാക്ക്, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പൊയ്ക്കോ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒരു വാക്ക് മതി. കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഒരു വാക്ക് മതി. വിശ്വസിച്ച് പറയാമോ? അങ്ങനെ ഒരു വാക്ക് മതി. ആ വാക്കിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഒരു വാക്ക്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നില്ല. എല്ലാം ഉളവായത് യേശു മുഖാന്തരമെങ്കിൽ ഇന്ന് രാത്രി ആ വാക്കിൻ്റെ ശക്തി ഉളവാകട്ടെ എന്ന്, ഒന്നുമില്ലായ്മയെ നോക്കി പറഞ്ഞ, ശൂന്യത നോക്കി ഉളവാകട്ടെ എന്ന് പറഞ്ഞ, പാഴും ശൂന്യമായിരുന്നതിനെ നോക്കി ഉളവാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ശക്തി, ആ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ വീടുകളിൽ വ്യാപരിക്കും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യാപരിക്കും, നമ്മളെ കിടക്കുന്ന ആ കിടപ്പുകളിൽ മേൽ വ്യാപരിക്കും. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ചേർന്ന് പാടി ആരാധിച്ച്, പ്രിയപ്പെട്ട മക്കളോട് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ശക്തിയോടെ ശബ്ദം ഉയർത്തി വിശ്വസിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് കർത്താവിൻ്റെ വാക്ക് പറയുന്നു, റൈസ്, പിക്കപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് പോ. 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 നീ നടക്കുക. നിൻ്റെ വിശ്വാസം പോലെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ശതാധിപൻ തൻ്റെ തൻ്റെ ബാല്യക്കാരന് വേണ്ടി വിശ്വസിച്ചു. തൻ്റെ കൂട്ടുകാരന് വേണ്ടി വിശ്വസിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ നിനക്ക് വേണ്ടി വിശ്വസിക്ക്, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശ്വസിക്ക്. യേശുവിൻ്റെ ഒരു വാക്കിന് അത്ഭുതം ചെയ്യാൻ കഴിയോ? യേശു കർത്താവിൻ്റെ ഒരു വാക്കിന് അത്ഭുതം ചെയ്യാൻ കഴിയോ? ചേർന്ന് പാടി നമുക്കൊന്ന് സ്തുതിച്ച് വിശ്വാസത്തോടെ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ കർത്താവേ. ആ ഒരു വാക്കിന് രാത്രി എനിക്ക് മതി, എനിക്ക് ആ വാക്ക് മതി, ആ വാക്ക് എനിക്ക് മതി. ചേർന്ന് ഒരു വാക്ക് മതി, എനിക്കത് മതി കർത്താവേ, എനിക്കത് മതിയേ. ഒരു വാക്ക് മതിയേ. ഒരു വാക്ക് മതിയേ, എനിക്കത് മതിയേ. ചേർന്ന് സ്തുതിച്ചുകൊണ്ട് ആരാധനയോടെ ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു കർത്താവിന്റെ ഒരു വാക്ക് എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നേ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നേ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും.
അതെ, യേശു പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? ഒരു വാക്കുമതി, എനിക്കത് മതിയേ, അത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ? ഒരു വാക്കുമതി, എനിക്കത് മതിയേ, 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 ഒരു വാക്കുമതി, എനിക്കത് മതിയേ. രാത്രി ജനത്തിന് വേണ്ടി ഒരു വാക്ക്, എഴുന്നേറ്റതിന്റെ കിടക്കെടുക്കാന്ന് പറയുന്ന ഒരു വാക്കുമതി. രാത്രി ജനത്തിന് വേണ്ടി ഒരു വാക്ക്, അവരുടെ കിടക്കുള്ള നോക്കി ഒരു വാക്ക്, അവരുടെ മക്കളെ നോക്കി ഒരു വാക്ക്, അവിടെ അടഞ്ഞ വഴികളെ നോക്കി ഒരു വാക്ക്. എപ്പോഴാ തുറന്നു വരിക? ഒരു വാക്ക്, വയ്ക്കോ, പോകാം, നിന്റെ കിടക്കെടുത്ത് നടക്കാം. ഒരു വാക്ക്, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഓ ഒരു വാക്കുമതി, ഒരു വാക്കുമതി. എന്താവേ കിടപ്പ് രോഗികളുടെ മേൽ ആ വാക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർ പക്ഷാഘാതം വന്ന് തളർന്നുപോയ ഞരമ്പുകളെ നോക്കി, ശരീരത്തിന്റെ ബലഹീന ഞരമ്പുകളെ നോക്കി, അസ്ഥികളെ നോക്കി ഇന്ന് രാത്രി കർത്താവിന്റെ വചനം പറയുന്നു, Rise, pick up your bed and go. എഴുന്നേറ്റ് നടക്ക. ആ ഒരു വാക്കിന്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ. ഒരു വാക്കുമതി, ആ ഒരു വാക്കിന്റെ ശക്തി അത്ര പേര് രാത്രി കർത്താവിനോട് പറയും, എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു വാക്ക് മതി കർത്താവേ, അതെനിക്ക് മതി. അങ്ങനെയുള്ളവരെല്ലാം കരമുയർത്തി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ തളർന്നു പോയ മേഖലകളിലേക്ക്, അതായത് എന്തുമാകട്ടെ, തളർന്നു പോയ ബിസിനസ് ആകട്ടെ, തളർന്നു പോയ സാമ്പത്തിക മേഖലയാകട്ടെ, എവിടെയോ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസമാകട്ടെ, പൂർത്തീകരിക്കാത്ത വിദ്യാഭ്യാസ മേഖല, കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തരുന്നു, പൂർത്തീകരിക്കാത്ത ചില പേപ്പറുകൾ യേശുവിൻ്റെ നാമത്തിൽ. ഇനി പേപ്പറുകൾ ബാക്കിയുണ്ട്, കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ കംപ്ലീഷൻ അല്ല. യേശുവിൻ്റെ നാമത്തിൽ പൂർത്തീകരിക്കാതെ പോയ നിന്റെ മേഖലകളിലേക്ക് കർത്താവിൻ്റെ വചനം പറയുന്നു, റൈസ്, പിക്ക് അപ്പ് യുവർ ബെഡ്. നീ എഴുന്നേറ്റെ കുഞ്ഞെ, എഴുന്നേറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറായേ. നിരാശയുടെ പുതപ്പിനകത്തുനിന്ന് പുറത്തു വന്നേ, എല്ലാവരും പുറത്തു വന്നേ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റെ. എല്ലാ ഡിപ്രഷൻ്റെ സ്പിരിറ്റും മാറട്ടെ. എഴുന്നേറ്റ്, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്ക്. കർത്താവിൻ്റെ വചനം ധൈര്യത്തോടെ വിശ്വസിക്കുക. ആ ഒരു വാക്കിൻ്റെ ശക്തി നോക്കൂ. എഴുന്നേക്കുക, നിന്റെ കിടക്കി എടുത്ത് നടക്കുക. ഇരുന്നാട്ട് ശതാധിപൻ ആ പാപം പിടിച്ചവനെ തൻ്റെ വീട്ടിൽ സൂക്ഷിക്കുവാൻ തയ്യാറായി. കമ്പനിക്ക് വേണ്ട ചിലപ്പം രോഗം പോയവനെ, വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവർ തളർന്നു പോയാൽ നിങ്ങളവരെ വേലയ്ക്ക് വിളിക്കണമെന്നില്ല, പൊക്കോളം പറയും. പക്ഷേ ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്തവരെ വേണ്ട ഒരു യേശുവുണ്ട്.
ആർക്കും വേണ്ടാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, നിങ്ങളെ എനിക്ക് ആവശ്യം ഉണ്ട്, നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ഉറക്കെ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. 9-ാം അധ്യായത്തിൽ നാം കാണുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നീ എന്ത് ചെയ്യുക? നടക്കുക.